ഒരുപാട് പ്രതീക്ഷകളോടുകൂടെ കേരളത്തിൻ്റെ അടുത്ത ലെവലിലേക്കുള്ള മുന്നേറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മീഡിയ വണ്ണിൻ്റെ ബിസിനസ് കോൺക്ലേവ്. നമുക്കറിയാം, ലോകത്ത് ഡെവലപ്പായ ഏതൊരു രാജ്യത്തെയും നോക്കുകയാണെങ്കിൽ വിജയിച്ച എല്ലാ രാജ്യങ്ങളുടെയും പിന്നിലുള്ള ഏറ്റവും മാസ്മരികമായിട്ടുള്ള വലിയൊരു സീക്രട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലുള്ള വിഷൻ തന്നെയാണ്. വിഷനറി ലീഡേഴ്സിലൂടെയാണ് വിഷൻ ഉണ്ടാകുന്നത്. വിഷൻസ് എക്സിക്യൂഷൻ ചെയ്യപ്പെടുമ്പോഴാണ് ഒരു രാജ്യം അതിൻ്റെ എല്ലാവിധ ഡെവലപ്മെൻറ്റും കാണിക്കുന്നത്. ലോകത്തുള്ള ഏതൊരു രാജ്യത്തെ നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും നമ്മുടെയൊക്കെ യാത്രകളിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുകയും അത്ഭുതപ്പെടുകയും ചെയ്യുന്ന രാജ്യങ്ങളാണ് മലേഷ്യ പോലുള്ള ഒരു ചെറിയ രാജ്യം, അതുപോലെ ചൈന, അതുപോലെ ദുബായ്. ഇവരൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് നമുക്ക് കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഇമ്പാക്റ്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത്ഭുതപരമായ ലോകം സൃഷ്ടിക്കപ്പെടുന്നത് നമ്മളെക്കാളും ഒരുപാട് റിസോഴ്സുകൾ ഉണ്ടായതുകൊണ്ടോ ഒരുപാട് DGP വലുതായതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കപ്പാസിറ്റി കൂടുതലായതുകൊണ്ടോ അല്ല. അവരൊക്കെ വിജയിക്കാനുള്ള പിന്നിലുള്ള രഹസ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ രഹസ്യം വിഷനറി ലീഡേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. സോ ഇന്നത്തെ ഈ മീഡിയ വണ്ണിൻ്റെ കോൺക്ലേവിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് വിഷൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ്. നമുക്ക് വേണ്ടത് ലോങ് ടൈമിലേക്കുള്ള വിഷനാണ്. അതുകൊണ്ട് തന്നെയാണ് മിഷൻ മില്യൺ കാണുന്നത് 2050 എന്ന് പറയുന്ന കേരളത്തിനെ ഫ്യൂച്ചറിലേക്ക് ബെറ്റർ കേരളമാക്കാൻ, ഒരു ഫ്യൂച്ചറിസ്റ്റിക് കേരളമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ മൂവ്മെൻ്റ് ആണ്. ഈ മൂവ്മെൻറ്റ് നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ടൈം ആവശ്യമാണ്, ഒരുപാട് ലീഡേഴ്സിന് ആവശ്യമാണ്. ഏതൊരു സ്റ്റേറ്റും വിജയിക്കുന്നത്, ഡെവലപ്പ് ആകുന്നത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന് ഫിനാൻഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്. മൂന്നാമത്തെ ഏറ്റവും വലിയ കാര്യം ഗവൺമെൻറ്റിൻ്റെ, അതായത് ഗവേൺസിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്, എഫിഷ്യൻസിയാണ്. ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്ന് ആ പ്രൊജക്റ്റിനെ എക്സിക്യൂഷൻ ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള കാലതാമസം കുറക്കാൻ കഴിയുന്ന പ്രൊഡക്റ്റീവും എഫക്റ്റീവുമായിട്ടുള്ള ഗവൺമെൻറ് ഉണ്ടെങ്കിൽ, അതിനെ സപ്പോർട്ടീവായിട്ടുള്ള വലിയൊരു ഫിനാൻസ് സ്റ്റെബിലിറ്റി വരണം എന്നുണ്ടെങ്കിൽ, അതിൽ സോഷ്യലി ഇമ്പാക്റ്റ്ഫുൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതിലെ ബിസിനസ്സുകാർ ഡെവലപ്പ് ആവണം. ഏതൊരു രാജ്യത്തിൻ്റെയും ഡെവലപ്മെൻറ്റ്, നമ്മൾ ദുബായിലേക്ക് ഒരുപാട് ആളുകൾ ജോലിക്ക് പോകുന്നതും ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കാരണം അവിടെ ബിസിനസ് ഡെവലപ്പ് ചെയ്തത് കൊണ്ടാണ്. ചൈന ഡെവലപ്പായത് ലോകത്തിൻ്റെ 70% പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ബിസിനസ്സുകൾ ഉണ്ടായത് കൊണ്ടാണ്. മലേഷ്യ ടൂറിസം എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ പ്രൊമോട്ട് ചെയ്യുന്ന അതൊരു ബിസിനസ്സാക്കി കൺവേർട്ട് ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ കേരളത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഈ സാധ്യതകളെ ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന, അത് ഹോസ്പിറ്റാലിറ്റി ആവട്ടെ, ടൂറിസം ആവട്ടെ, പ്രൊഡക്റ്റ് ആവട്ടെ, പ്രൊഡക്ഷൻ ആവട്ടെ, അത് ഡിസ്ട്രിബ്യൂഷൻ ആവട്ടെ, ഏതൊരു മേഖലയിലുമുള്ള ബിസിനസ് ഓണേഴ്സിനെ, ആ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം, ബിസിനസ്സുകാർ ഒരുപാടുണ്ട്, പക്ഷേ 90% ഓഫ് ബിസിനസ്സുകാരും എക്സ്പീരിയൻസ്ഡ് ആണ്. പഴയകാല ട്രഡീഷണൽ ലെവലിൽ ബിസിനസ് ചെയ്തുകൊണ്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ പുതിയ കാലത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക, അതായത് പീപ്പിൾ പ്രോസസ് ടെക്നോളജി എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ്. പീപ്പിൾ ഓറിയൻറ്റഡ് ആണ്, പേഴ്സണൽ ഡ്രിവൺ ആണ്. അവരെ ഒരു ടെക്നോളജി ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് പ്രോസസ് ഡ്രിവൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഇൻഡസ്ട്രികളും ഡെവലപ്പ് ആവും. അതിലൂടെ സോഷ്യലി ഇമ്പാക്റ്റ് ഉണ്ടാകും, അതോടൊപ്പം തന്നെ ഗവൺമെൻറ് അതിലൂടെ ടാക്സേഷൻ കിട്ടും, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും, ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഫ്യൂച്ചറിൽ കേരളത്തെ സക്സസ്ഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയ ലെവലിലേക്ക് ഈ പറയപ്പെടുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയണമെങ്കിൽ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇവിടെയുള്ള ബിസിനസ്സുകാരെ ഡെവലപ്പ് ചെയ്യുക എന്ന ആശയത്തിൽ നിന്ന് 2015 ഡിസംബർ 30 മലപ്പുറത്ത് നിന്ന് തുടക്കം കുറിക്കുകയാണ് മിഷൻ മില്യൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ആ കോൺസെപ്റ്റ് 35 വർഷത്തെ ഒരു യാത്രയാണ്. 2050ലേക്കാണ് ഈ കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. കാരണം നമ്മുടെ നാട്ടിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ ഓപ്പർച്യൂണിറ്റിനെ സീക്ക് ചെയ്യുന്ന, അതായത് അവസരങ്ങളെ കണ്ടെത്തി അതിലേക്ക് പോകുന്നതിൻ്റെ അപ്പുറം അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഒരുപാട് ആളുകൾ ഇവിടെ കേരളത്തിൽ ജോലിക്ക് പോകുന്നുണ്ട്, പല രാജ്യത്തുണ്ടായ പ്രൊഡക്റ്റുകൾ കൊണ്ടുവന്ന് സെല്ല് ചെയ്യുന്നുണ്ട്. അവിടുന്ന് മാറിയിട്ട് മാനുഫാക്ചേഴ്സായിട്ട് മാറുമ്പോൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സുകാരെ ക്രിയേറ്റീവ് ആവുന്നില്ല, അവർ കോപ്പി പേസ്റ്റ് ചെയ്യണം. അപ്പോൾ കോമ്പറ്റീഷൻ കൂടും, ആ ഇൻഡസ്ട്രി തകരും, ഒരുപാട് പ്രൈസ് വാറുകൾ നടക്കും. അത് ഇല്ലാതെയാവണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെയുള്ള ആളുകളെ ക്രിയേറ്റ്
ക്രിയേറ്റീവായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിർമ്മിക്കപ്പെടണം. അങ്ങനെ വേണമെങ്കിൽ അതിൻ്റെ പിന്നിൽ നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം. അതിൻ്റെ അപ്പുറത്തേക്ക് ആ ബിസിനസ്സുകളൊക്കെ സ്കെയിലബിൾ മോഡലാവണമെങ്കിൽ പേഴ്സണൽ റിവണിൽ നിന്ന് SOP പ്രോസസ് റിവണിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടണം. ഗ്ലോബൽ ലെവൽ എക്സ്പാൻഷൻ ചെയ്യണമെങ്കിൽ പൊസിഷനിങ്ങും ബ്രാൻഡിങ്ങും ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ കൃത്യമായി ബിസിനസ്സിൻ്റെ ബാലപാഠങ്ങൾ മുതൽ ഒരു ബിസിനസ് തന്നെ ഗ്ലോബൽ ലെവൽ, ലോക്കലിൽ നിന്ന് ഗ്ലോബൽ ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് മിഷൻ മില്യൺ 2015 മുതൽ 2050 35 ഇയേഴ്സിൻ്റെ യാത്ര ഡിക്ലെയർ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മലപ്പുറം തുടക്കം കുറിച്ച് 10 വർഷം കംപ്ലീറ്റ് ചെയ്ത് 2025 10 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് യാത്ര തുടരുകയാണ്. 38 രാജ്യങ്ങളിലൂടെ ഞാൻ നടത്തിയ യാത്രയും 2 ലക്ഷം ബിസിനസ് ഓണേഴ്സിനെ വ്യത്യസ്ത രാജ്യങ്ങളിൽ പോയി കണ്ട് സംസാരിച്ചും പല എക്സ്പോ മാർക്കറ്റുകളിലും സന്ദർശിച്ചു പഠിച്ച ഏറ്റവും വലിയൊരു പാഠം, ലോകത്ത് വളരാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ്, അതല്ലെങ്കിൽ ലോകത്തിന് ഏറ്റവും നല്ല കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ഷൻസും എല്ലാം ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുമുണ്ട്. നമ്മുടെ ജിയോഗ്രാഫിക്കലായിട്ടുള്ള അഡ്വാൻറ്റേജ്, സോഷ്യൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള സ്മോൾ ആയിട്ടുള്ള ചെറിയ കച്ചവടക്കാരെ ഗ്ലോബൽ ലെവലിലേക്ക് ചിന്തിക്കുന്ന, ബ്രാൻഡ് ചെയ്യപ്പെടേണ്ടത്, അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ കേരളത്തിനെയും ബ്രാൻഡ് ചെയ്യേണ്ടതുണ്ട്. പല ആൾക്കാരുടെയും കാഴ്ചപ്പാട് ബിസിനസ്സിന് പറ്റിയ മണ്ണല്ല. നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ജനറേഷനോട് പോലും നമ്മുടെ പാരൻസ് സംസാരിക്കണം കേരളത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്. കാരണം അവരുടെ മനസ്സിൽ പോലും കേരളം ഒരു പ്രതീക്ഷയല്ല എന്നുള്ളതാണ്. ഈ സാഹചര്യം മാറ്റിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു 25 ഇയേഴ്സ്, കാരണം എന്താ വെച്ചാൽ ഫ്യൂച്ചർ നന്നാവണമെന്നെങ്കിൽ ടുഡേ നന്നാവണം. ടുഡേ പ്ലസ് ദാറ്റ് ഇസ് എ ഫ്യൂച്ചർ. അങ്ങനെ ഫ്യൂച്ചറിനെ ഇംപ്രൂവൈസേഷൻ ചെയ്യാൻ ഇന്ന് നന്നാക്കി എടുക്കണമെങ്കിൽ ഈ കാലഘട്ടത്തിലെ യൂത്തിൻ്റെ ഉള്ളിലേക്ക് കേരളത്തിൻ്റെ പ്രതീക്ഷകൾ കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ക്യാമ്പസുകളിൽ, കോളേജുകളിൽ ഞങ്ങൾ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. ആയിരക്കണക്കിന് പ്രോഗ്രാമുകൾ ചെയ്ത് യൂത്തിൻ്റെ ഉള്ളിലേക്ക് കേരളത്തിൻ്റെ സാധ്യതകളെ കൊടുക്കുകയാണ്. അവരിലേക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ, ക്രിയേറ്റീവ് ആവാൻ, അടുത്ത കാലഘട്ടത്തിന് ആവശ്യമായ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ, മറ്റുള്ള രാജ്യങ്ങളുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനപ്പുറം ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുവാനുള്ള ഒരു ജനറേഷനെ ക്രിയേറ്റ് ചെയ്യാണ് മിഷൻ മില്യൺ. ദ മിഷൻ മില്യൺ എന്ന് പറയുന്നത് ഇവിടെ എക്കണോമിക്കലി വലിയൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്താൽ, പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്താൽ, എക്സ്പോർട്ടുകൾ സ്റ്റാർട്ട് ചെയ്താൽ, ഇവിടെ ജോബുകൾക്ക് വേണ്ടി മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് മറ്റു രാജ്യങ്ങളിൽ നമ്മുടെ നാടുകളിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഫ്യൂച്ചർ നമുക്ക് നന്നാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്യൂച്ചർ കേരള എന്ന് പറയുന്ന 2050 എന്ന് പറയുന്ന ഈ ഒരു മിഷനുമായിട്ടാണ് മിഷൻ മില്യൺ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് 10 വർഷത്തെ യാത്ര കഴിഞ്ഞ് 25 ഇയേഴ്സിലേക്ക് യാത്ര ചെയ്യുകയാണ്. നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ബിസിനസ്സിൻ്റെ ഉള്ളിൽ വലിയൊരു വിഷൻ കാണുക, വലിയൊരു സ്വപ്നം കാണുക. ആ സ്വപ്നം വലിയൊരു ഈ ഒരു കേരളത്തിന് വരാൻ പോകുന്ന തലമുറക്കും നമ്മളിപ്പോൾ ജീവിക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റാക്കി മാറ്റണം. നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് സെല് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കിട്ടുമായിരിക്കും, പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് വരാൻ പോകുന്ന ജനറേഷന് അത് വലിയ ഒരു സാധ്യതയാക്കി നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ബിസിനസ്സിലും നിങ്ങൾ ചെയ്യുന്ന പ്രൊഡക്ട്സിലും ബ്രാൻഡിനും ഗ്ലോബൽ ലെവലിലേക്ക് ഉയർത്തുവാനുള്ള ഒരു ലോങ് ടൈം വിഷൻ കാണാൻ നിങ്ങൾ തയ്യാറാകുക എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ നാടിനെ നമ്മൾ ബ്രാൻഡ് ചെയ്യപ്പെടണം. ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും കേരളത്തിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറാണ് ഓരോ ആളുകളും. നമ്മുടെ വിലയും നിലയും ലോകത്തോളം അറിയിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് നടത്തിയത്. ലോകത്ത് ഏറ്റവും കൂടുതൽ സമയം ട്രെയിനിങ് എടുത്തുകൊണ്ട് 73.15 ഗിന്നസിലേക്ക് എൻട്രി ചെയ്യാൻ സാധിച്ചു. സോ അതിലൂടെ ലോകത്തിലോട് നമുക്ക് പറയാനുള്ള ഏറ്റവും വലിയ സന്ദേശം, ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിന്, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കഴിയുന്ന ഒരു വിഷയം നമുക്കും കഴിയും. ഈ വലിയ സാധ്യതയെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ ഒരു ഗ്ലോബൽ ലെവലിലേക്കുള്ള വലിയൊരു വിഷൻ കണ്ട് മുന്നോട്ട് പോവുക. കേരളത്തിൻ്റെ ഫ്യൂച്ചർ ഇന്ന് നമ്മൾ ജീവിക്കുന്ന നമ്മളാണ്. അതായത് ഇന്ന് കാലത്ത് നമ്മൾ കാണുന്ന എല്ലാവിധ ഡെവലപ്മെൻറ്റും കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 10-25 വർഷം മുമ്പ് മറ്റുള്ളവർ കണ്ട സ്വപ്നങ്ങളാണ്. നമ്മൾ കാണുന്ന എല്ലാ രാജ്യങ്ങളുടെ ഡെവലപ്മെൻറ്റും അവിടെ വിഷനറി ലീഡേഴ്സ് ഉണ്ടായതുകൊണ്ടാണ് ആ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മളാണ് ആ വിഷനറി ലീഡേഴ്സ്. അപ്പം നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണുക. ഫ്യൂച്ചർ കേരള നമ്മൾ ഇന്ന് കണ്ട സ്വപ്നമാണ് നാളെ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് ടുഡേ ആണ്. ടുഡേ പ്ലസ് ദാറ്റ് ഈസ് എ ഫ്യൂച്ചർ. താങ്ക് യു സോ മച്ച്.
Thank you so much, Sri Guinness Rashid. Those words were truly inspiring, motivating and encouraging. അദ്ദേഹത്തിന് മീഡിയ വൺ ബിസിനസ് കോൺക്ലേവ് അവാർഡ് മീഡിയ വൺ ബിസിനസ് കോൺക്ലേവ് 2026 സ്നേഹാദരം നൽകാൻ ആഗ്രഹിക്കുന്നതാണ്. To do this honor, I would like to welcome Sri Pramod Raman sir, the editor of Media One. ഒപ്പം ഈ വിശിഷ്ട വ്യക്തികളുടെ കൂടി സാന്നിധ്യം വേദിയിൽ റിക്വസ്റ്റ് ചെയ്യുകയാണ്. Please welcome with a beautiful round of applause Mr. Abdul Rashid K, the Senior Consultant of MA Solutions. Sri Roshan Jalil, the CEO of Green Oasis Tours and Travels. Sri Amin CH, the Director of Shine Marbles. Opam, Dr. Luqmanul Hakim, the Managing Director of Elaj Hospital. May I also welcome Sri Anis, the Director of Carry It by True Choice. ഈ പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ശ്രീ ഗിന്നസ് റഷീദിന് ബഹുമാനപ്പെട്ട പ്രമോദ് രാമൻ സർ മീഡിയ വൺ ബിസിനസ് കോൺക്ലേവ് 2026 സ്നേഹാദരം കൈമാറുന്നു. നിറഞ്ഞ കൈയടികൾ നൽകിക്കൊണ്ട് നമുക്ക് നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാം.